എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സേവർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം പരീക്ഷാ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പരിശോധിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഒന്നുകിൽ നാളെ പ്രസിദ്ധീകരിക്കും, അതല്ലെങ്കിൽ ഏകദേശം ഏപ്രിൽ 25-നുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സാധ്യത മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഹയർ സെക്കൻഡറിയുടെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തീരുമാനം ഒക്കെ അനുസരിച്ചുകൊണ്ടാണ്, അതായത് DHSCയുടെ തീരുമാനം അനുസരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ റിസൾട്ട് വരിക. ചില സമയത്ത് +2 റിസൾട്ടിൻ്റെ കൂടെ തന്നെയായിരിക്കും +1ൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് അതുപോലെ അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. കാരണം മുൻ വർഷങ്ങളിൽ ഒരിക്കൽ അതായത് ഈ ഒരു രീതിയിൽ, അതായത് +2ൻ്റെ റിസൾട്ടിൻ്റെ കൂടെ തന്നെ ഏതോ ഒരു റിസൾട്ട് അതായത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ചിലപ്പോൾ ഈ ഒരു രീതിയിൽ +2ൻ്റെ റിസൾട്ട് വരുന്ന ആ ഒരു സമയത്ത് തന്നെ, അതായത് ആ ഒരു ദിവസം തന്നെയായിരിക്കും ചിലപ്പോൾ ഈ ഒരു +1ൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം റിസൾട്ട് ഒരുമിച്ച് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ മുൻ വർഷം ഈ ഒരു സേയുടേതല്ല, അതായത് +2ൻ്റെയും +1ൻ്റെയും ഒരുമിച്ച് ആ ഒരു രീതിയിൽ എങ്ങനെയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ട് ചില സമയം ഈ ഒരു +2ൻ്റെ റിസൾട്ടിൻ്റെ കൂടെ തന്നെ, അതായത് +2 റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ദിവസം തന്നെ പ്രസിദ്ധീകരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു 25-നുള്ളിൽ റിസൾട്ട് വരുന്നുണ്ടെങ്കിൽ ഏകദേശം 25-ാം തീയതിക്കുള്ളിൽ റിസൾട്ട് വരും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് പരിശോധിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, റിസൾട്ട് അറിയാനായിട്ട് ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ്, അത് നിങ്ങളുടെ +1ൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ടാണ് നിങ്ങൾ പരിശോധിക്കുന്നതെങ്കിൽ, അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു +1ൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി മാത്രമാണ് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റുക. അതായത് keralaresults.nic.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിൽ മാത്രമാണ് സാധാരണഗതിയിൽ ഈ ഒരു +1ൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാറുള്ളത്. മറ്റ് വെബ്സൈറ്റുകളിലൊന്നും പ്രസിദ്ധീകരിക്കാറില്ല. +2ൻ്റെ റിസൾട്ടും, അതായത് +1ൻ്റെ റിസൾട്ടും അതുപോലെ +1ൻ്റെ ഈ ഒരു സേവർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം റിസൾട്ടും ഈ ഒരു വെബ്സൈറ്റിൽ മാത്രമാണ് വരിക. +2ൻ്റെ റിസൾട്ട് ആണെങ്കിൽ മാത്രമാണ് മറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ, അതുപോലെ കൈറ്റിൻ്റെ വെബ്സൈറ്റ്, അതുപോലെ തന്നെ ഈ ഒരു അതായത് DHSCയുടെ വെബ്സൈറ്റ് വഴി ഈ ഒരു പേജിലേക്കാണ് ലിങ്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ സഫലം 2022 എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതുപോലെ iExam ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനുകളിലൊക്കെ നിങ്ങളുടെ +2ൻ്റെ റിസൾട്ടേ വരുള്ളൂ. +1ൻ്റെ യാതൊരു വിധത്തിലുള്ള റിസൾട്ടും അതിലൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഈ ഒരു റിസൾട്ട് പരിശോധിക്കാം എന്നുള്ള കാര്യം നോക്കാം. നിങ്ങളുടെ റിസൾട്ട് വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റാണ് ഓപ്പൺ ചെയ്യേണ്ടത്, അതായത് keralaresults.nic.in എന്നുള്ള വെബ്സൈറ്റാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സമയം ഈ ഒരു വെബ്സൈറ്റ് ചിലപ്പോൾ കൂടുതൽ ഹാങ് ആയിട്ടൊക്കെ ഇരിക്കും. കാരണം ഒരേ സമയം തന്നെ നിരവധി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളായിരിക്കും ഈ ഒരു വെബ്സൈറ്റ് വഴി അവരുടെ റിസൾട്ട് പരിശോധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസൾട്ട് വന്ന് ഏകദേശം ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ നോക്കണമെന്നില്ല. ഏകദേശം ഒരു അരമണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം മാത്രം നോക്കിയാൽ മതിയാകും. കാരണം നിങ്ങൾ ആ ഒരു സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് റിസൾട്ട് പേജ് ലോഡ് ചെയ്ത് കിട്ടണം എന്നുള്ളതിന് തന്നെ പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. കാരണം അത്രയും തിരക്കായിരിക്കും ഈ ഒരു വെബ്സൈറ്റിൽ ആ ഒരു സമയത്ത് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇനി വിദ്യാർത്ഥികളുടെ റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം എന്ന് നോക്കാം. നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മുകളിലായിട്ട് തന്നെ DHSC ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട്സ് 2025 എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാവുക, അല്ല സേ എന്ന് ഉണ്ടാവില്ല. ചില സമയത്ത് മാത്രം സേ എന്നുണ്ടാവും. കാരണം ഈ ഒരു ലിങ്കിന് എന്ത് പേരാണ് കൊടുക്കുന്നത് അതനുസരിച്ചാണ് ആ ഒരു ലിങ്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലിങ്കിൽ, അതായത് ഈ ഒരു ഏറ്റവും മുകളിലായിട്ടാണ് അതിൻ്റെ ലിങ്ക് ഉണ്ടാവുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ നിങ്ങളുടെ റോൾ നമ്പർ നൽകുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക, സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലോഡായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജ് എന്ന് പറയുന്നത് 2024 ഹയർ സെക്കൻഡറി പരീക്ഷയുടേതാണ്, അതായത് +2 പരീക്ഷയുടേതാണ്. ഈ ഒരു രീതിയിൽ തന്നെയാണ് പേജ് ഉണ്ടാവുള്ളൂ. +1ൻ്റേതാകുമ്പോൾ ഏകദേശം, അതായത് ചെറിയൊരു കളർ മാറ്റം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ സെയിം തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ റോൾ നമ്പർ നൽകുക, ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക, സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ളത് അതിൻ്റെ മാത്രം മാർക്ക് നിങ്ങൾക്ക് ആ ഒരു പേജിൽ കാണാൻ പറ്റും. അതുപോലെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനായിട്ട് സൈഡിലുള്ള ആ ഒരു സിമ്പൽ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക, സ്കൂൾ കോഡ് നൽകുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ നിന്നും ഏതൊക്കെ വിദ്യാർത്ഥികൾ ഏതൊക്കെ കോമ്പിനേഷനുകളിൽ പരീക്ഷ എഴുതിയിട്ടുണ്ട് അവരുടെയൊക്കെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഏതൊക്കെ വിഷയങ്ങളിലാണ് അവർ ഈ ഒരു സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു +1ൻ്റെ ഈ ഒരു സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ അതല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് കാര്യമാക്കേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് +2ൻ്റെ റിസൾട്ടിന്
റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ പ്ലസ് ടു റിസൾട്ട് വന്ന ശേഷം നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കുകയും അതിനുശേഷം പിന്നീട് പ്ലസ് ടുവിൻ്റെ സെയർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ എഴുതിയിട്ട് ജയിക്കാനും ശ്രദ്ധിക്കുക. പ്ലസ് ടു സെയർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് വരുന്നത് പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്ന് ഏകദേശം 2 ദിവസം കഴിഞ്ഞപാടും ഈ ഒരു പ്ലസ് ടുവിൻ്റെ സെയർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ ആരംഭിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ റിസൾട്ട് പരിശോധിക്കാമെന്ന് മനസ്സിലായിട്ടുണ്ടാകും. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ഓപ്പൺ ചെയ്യേണ്ടത് kerala-results.nec.in എന്നുള്ള വെബ്സൈറ്റാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ആ ഒരു പേജിൽ, അതായത് അതിൻ്റെ ആ ഒരു പേജിൽ നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ DHSC ഫസ്റ്റ് ഇയർസ് ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ചില സമയത്ത് സെയർ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആ ഒരു രീതിയിൽ പേര് കൊടുക്കാറുണ്ട്. അങ്ങനെ കാണുന്ന ആ ഒരു മുകളിലുള്ള, അതായത് ഈ ഒരു ഏറ്റവും മുകളിലായിട്ടാണ് ഇതിൻ്റെ ആ ഒരു റിസൾട്ട് വരിക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് പിന്നീട് നിങ്ങളുടെ ഈ ഒരു റോൾ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു സെയർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്ലസ് വണ്ണിൻ്റെ സെയർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അടുത്ത പ്ലസ് ടു റിസൾട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുകയും അതിൽ നിങ്ങൾ ഓവറോൾ പാസ്സായിട്ടുണ്ടോ നോക്കുക. അങ്ങനെ പാസ്സായിട്ടില്ല എങ്കിൽ നിങ്ങൾ 2 വർഷം കൂടി പാസ്സാവാത്ത ഏതാണ് സബ്ജക്റ്റ്, അത് ആ ഒരു പരീക്ഷ നിങ്ങൾ പ്ലസ് ടുവിൻ്റെ സെയർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി ജയിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.